പനംകുറിശി ഭഗവതി ആ ക്ഷേത്രത്തിലെ വിശേഷങ്ങളിലേക്ക്. മണ്ണാർക്കാട് താലൂക്കിലെ പ്രധാനപ്പെട്ട ഭഗവതി ക്ഷേത്രങ്ങൾ ഒന്നാണ് ചെത്തല്ലൂർ പനംകുറിശി ഭഗവതി ക്ഷേത്രം. നാട്ടുകൽ വിഷന്റെ ക്ഷേത്രങ്ങളിലൂടെ എന്ന പരിപാടിയിൽ ഇന്ന് ചെത്തല്ലൂർ പനംകുറിശി ഭഗവതി ക്ഷേത്രത്തെക്കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത്. നേരിട്ട് നിന്ന് തൊഴാൻ പോലും ധൈര്യം വരാത്ത ഭദ്രകാളി ബിംബമാണ് പ്രധാന പ്രതിഷ്ഠ. ക്ഷേത്രത്തിനകത്ത് ദർശനത്തിനായി പ്രധാന കവാടത്തിൽ കിഴക്ക് വശത്ത് വലിയൊരു വൈരഴി നിർമ്മിച്ചിട്ടുണ്ട്. ദാരുവിഗ്രഹത്തിന് 6 അടിയോളം പൊക്കവും 8 കൈകൾ ചാന്തിൽ 6 അടി നിൽക്കുന്നുമുണ്ട്. ശത്രുസംഹാരമൂർത്തിയും ഭക്തരക്ഷകനുമായ പനംകുറിശി ദേവി അഭീഷ്ടവരദാനിയും കാരുണ്യവാരിധിയുമാണ്. ചുറ്റമ്പലത്തിൽ കന്നിമൂലയിൽ ദേവിയുടെ അടുത്ത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് അഭിമുഖമായി ഗണപതിയുമുണ്ട്. ചുറ്റമ്പലത്തിന് പുറത്ത് വടക്ക് കിഴക്ക് ഭാഗത്ത് ക്ഷേത്രപാലകനും സ്ഥിതി ചെയ്യുന്നു. ഉപദേവന്മാരായി വടക്കേ നടയ്ക്ക് സമീപം നാഗപ്രതിഷ്ഠയും ഉണ്ട്. ക്ഷേത്രപാലകന് കളമ്പാട്ട് നടത്തുന്ന അപൂർവമായ ക്ഷേത്രത്തിൽ ഒന്നാണ് പനംകുറിശി ഭഗവതി ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് ഉപദേവനായി അയ്യപ്പനും കുടികൊള്ളുന്നു. ചോള രാജ്യത്തു നിന്നും ഗുപ്തൻ, മൂത്താൻ സമുദായക്കാരായ 7 കുടുംബക്കാരാണ് ഇവിടെ എത്തിപ്പെട്ടതെന്നും അവരുടെ പിൻതലമുറക്കാരായ അമ്പലത്ത്, മുസലിയാത്ത്, പൊത്തിരത്ത്, കരുപ്പുമാൻ, ചീരങ്കണ്ടത്ത്, ആയിച്ചത്ത്, ഏറാട്ട് എന്നീ വീട്ടുകാരായ ഗുപ്തന്മാരാണ് ഇന്നും പാരമ്പര്യേതര ട്രസ്റ്റിമാരായി ഉള്ളത്. ഹിന്ദുമത ധർമ്മസ്ഥാപന ബോർഡിൽ കീഴിൽ നിയമിച്ച എക്സിക്യൂട്ടീവ് ഓഫീസറും ബന്ധപ്പെട്ട ഊരാളന്മാരുമാണ് ക്ഷേത്രഭരണം നടത്തിവരുന്നത്. ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം ഇങ്ങനെയാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചോളനാട്ടിൽ നിന്നും പാലക്കാട് ചുരം കടന്നു വന്ന് വൈശ്യന്മാരായ ഗുപ്തന്മാരുടെ കൂടെ അവരുടെ പരദേവതയായ ദേവിയെയും കൊണ്ടുവന്നു. അവർ പരദേവതയെ ചെത്തല്ലൂരിലെ പുത്തനങ്ങാടി ഗ്രാമത്തിലെ ഉയർന്ന പനയുടെ മൂലയിൽ പ്രതിഷ്ഠിക്കുകയെന്നും പിന്നീട് പന മുറിച്ച തൽസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചുകൊണ്ടാണത്രേ പനംകുറിശി എന്ന പേര് വന്നത്. ക്ഷേത്രത്തിൽ തുലാമാസം 12-ാം തീയതി കഴിഞ്ഞു വരുന്ന 2 ചൊവ്വാഴ്ചകളും ക്ഷേത്രത്തിൽ ചൊവ്വായ കൊണ്ടാടുന്നു. ദേവീപ്രീതിക്കായി ഭക്തർ നേരിട്ട് വന്ന് ക്ഷേത്രമുറ്റത്ത് നിവേദ്യം സ്വയം പാകം ചെയ്ത് ദേവിക്ക് സമർപ്പിക്കുന്ന ചടങ്ങാണിത്. പനംകുറിശി ഭഗവതി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് വശത്തായി ശിവശൈലേശ്വര ക്ഷേത്രവും ഉണ്ട്. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർ ആദ്യം ദർശനം നടത്തേണ്ടത് ശിവശൈലേശ്വര ക്ഷേത്രത്തിലാണ്. വിളിച്ചാൽ വിളി കേൾക്കുന്ന പനംകുറിശി ഭഗവതിയുടെ തിരുനടയിൽ 8 ദേശം കാക്കുന്ന അമ്മയുടെ മുന്നിൽ കൈകൂപ്പി തൊഴാനായി തട്ടകത്തിന് അകത്തും പുറത്തുനിന്നുമായി നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിൽ എത്താറുള്ളത്. ക്ഷേത്രത്തിൽ മീനമാസത്തിലെ മകയിരം നക്ഷത്രത്തിലാണ് പൂരം പുറപ്പാട് ഉണ്ടാകാറുള്ളത്. ഇവിടെ 3-ാം ദിവസമാണ് ക്ഷേത്രത്തിൽ കൊടിയേറ്റം നടത്താറുള്ളതെന്നും പ്രത്യേകതയാണ്. ക്ഷേത്രത്തിലെ ചൊവ്വായ ആഘോഷം മുതൽ താലപ്പൊലി വരെ ക്ഷേത്രത്തിൽ കളമ്പാട്ട് നടത്താൻ ഭക്തർക്ക് സൗകര്യവുമുണ്ട്. താലപ്പൊലിക്ക് പിറ്റേ ദിവസം ക്ഷേത്രപാലകന് കളമ്പാട്ട് നടത്തി വരാറുണ്ട്. താലപ്പൊലി കൊട്ടിപ്പുറപ്പാടിനും മഞ്ഞപ്പയറ്റടിക്കുമുള്ള വെളിച്ചപ്പാടിൻ്റെ അരികിൽ കൊള്ളാനായി നിരവധി ഭക്തരാണ് ക്ഷേത്രസന്നിധിയിൽ എത്താറുള്ളത്. പനംകുറിശി അമ്മയെ കാണാനെത്തുന്ന ഓരോ ഭക്തൻ്റെയും മനസ്സിലേക്ക് സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും ശക്തി നൽകുന്നതിനോടൊപ്പം ദേശത്തെ കാത്തു സംരക്ഷിക്കുകയും ചെയ്യുന്നു. മനസ്സുരുക്കി പ്രാർത്ഥിക്കുന്ന ഓരോ ഭക്തനും അമ്മയുടെ കരങ്ങളിൽ ഭദ്രമാണ്. സർവാകരണഭൂഷിതാം വേദാളവാഹനാരൂഢം ഗുണകൂടിയാപതരണം ലോകദാരിദ്ര്യമാർദ്ദനം സർവസിദ്ധികരണം